ഹലോ കേക്കുന്നുണ്ടാ? ഹലോ എടാ നീയാ? ബ്രോ ഞാൻ മോഡറേറ്റ് ചെയ്യാം. അടി ഇവനാ? എടാ ഇവനെ ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും. എടാ ഇവനെ മോഡറേറ്റർ ആക്കാ. ഞാൻ മോഡറേറ്റ് ചെയ്യാം. നിനക്ക് മോഡറേറ്റ് ചെയ്ത് ഇതുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ? ഓ ഏത് ഏടെ എക്സ്പീരിയൻസ്? നീ ഏടെ മോഡറേറ്റ് ചെയ്തിന്? ഞാൻ അവിടെ റഷീദിഖാന്റെ വീഡിയോയില്. റഷീദ് ഖാന്റെ വീഡിയോ? അതെന്താ റഷീദ് ഖാൻ? അത് സർവറിന്റെ പേരല്ലേ? ശരിക്കും റഷീദ് ഖാൻ എന്ന് പറഞ്ഞ ഒരാളെ പീഡിയന്റെ കേസാണ് നീ പറയുന്നത്? ആ അതൊക്കെ നമ്മളാണ് മോഡറേറ്റ് ചെയ്യണേ. എല്ലാ കാൽക്കുലേറ്റർ കൂട്ടിയുണ്ട്. എനിക്കൊരു റോളൊന്നും ഞാൻ റാൻഡം ക്ലിപ്സ് ഒക്കെ വരുമ്പോ അടിച്ചു കളയാം. എനിക്ക് ചിക്കൻ റോൾ ആയിരുന്നു നിന്റെ വായിൽ കുത്തി കയറ്റി തരും. ചിക്കൻ റോള് പോടാ, ഇറങ്ങി പോടാ. എന്നത്താ കൊണ്ടാ ഇത് മമ്മൂന്റെ നീ വന്നാ? ഇത് മമ്മൂന്റെ വേറെ വേർഷനാണ് ഇത്. അടി ഇവരെ വേണ്ടല്ലോ, ഇത് വേണ്ടല്ലോ. നീ വേണ്ട പോ. അടുത്താള് അഞ്ചിൽ. ഹലോ ആരാ? ആ ക്യാമറ ഓണാക്ക്. അതൊന്നും കുഴപ്പമില്ല, ഓണാക്ക്. മോഡറേറ്റർ ആണെങ്കിൽ പിന്നെ ഇതൊന്നും ഇന്ന് കാണണ്ടേ? പോയാട്ടെ. അടുത്താള് ഇപ്പൊ എനിക്ക് മനസ്സിലാടാ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗ്രീൻ സ്ക്രീൻ ഇടാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായി. ഈ പട്ടികൾ ബാക്കിൽ വന്ന് നിൽക്കും. ഇതാണ് പ്രശ്നം. ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അതൊക്കെ മോഡറേറ്റേഴ്സിനെ സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ത് മോഡറേറ്റർ? ക്ലബ് ഹൗസില്. എടാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം മോനെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. പ്ലീസ് പോ. ഇതൊന്ന് ഈ ജോലി ഒന്ന് തീർക്കട്ടെ. പോ. ആ നിനക്കറിയാം, ഞാൻ നിന്നെ തന്നെ ആക്കാം. ഓക്കെ പോ. ഓക്കെ അടുത്താള്. ആ ഹലോ ക്യാമറ ആ ഓക്കെ. എക്സ്പീരിയൻസ് പറ പെട്ടെന്ന്. ഇത് നമുക്ക് പെട്ടെന്ന് തീർക്കണം, സമയമില്ല. ഗെയിമെല്ലാം കളിക്കാനുള്ളതെന്ന് പെട്ടെന്ന് പറ. എക്സ്പീരിയൻസ് എങ്ങനെ? അത്യാവശ്യം വീഡിയോ എഡിറ്റ് ചെയ്യും. ആ പിന്നെ വീഡിയോ എഡിറ്റിന്റെ ആവശ്യം എഡിറ്റർ എനിക്ക് ഓൾറെഡി വേറെ എഡിറ്റർ ഉണ്ട്. എഡിറ്ററിന് ആവശ്യമില്ല, നമുക്ക് മോഡറേറ്റ് ചെയ്യണം. പറയട്ടെ ആദ്യം. ഒന്നാമത്തെ കാര്യം, ഞാൻ സംസാരിച്ചു കൊടുക്കുമ്പോൾ തോക്കി കയറി വെടിവെക്കാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് റോൾ. നീ എന്താ തിന്നുന്ന? ഉണ്ടംപൊരിയാ? ഓക്കെ. എവിടെ പോയിട്ട് വന്നേ? എന്റെ വീട് കൊല്ലം. അല്ല എവിടെ പോയിട്ട് വന്നേന്ന് പറഞ്ഞത്? ഇപ്പൊ ഷോപ്പില്. എന്ത് ഷോപ്പിൽ? എന്തിന്? സൂപ്പർ മാർക്കറ്റിൽ അവിടെ നിൽക്കുന്നു. ഓ നീ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നോ? എത്ര സാലറി എത്ര കിട്ടും? അവിടെ 12. 12? നമ്മളെ ഇവിടെ ഒരു മോഡറേറ്റർ ഉണ്ടല്ലോടാ 15,000. 12,000 എത്ര മണിക്കൂർ? രാവിലെ മുതൽ രാത്രി വരെ. എല്ലായിടവും അങ്ങനെ തന്നെയാണ് ബ്രോ, പൊതുവെ എല്ലായിടവും അങ്ങനെ തന്നെ. 12,000. എവിടെ സ്ഥലം? എവിടെ? എന്റെ കൊല്ലത്താ? ഓക്കെ. ആ എക്സ്പീരിയൻസ് പറ. നീ മുന്നേ ഏതെങ്കിലും സെർവറിൽ ഇതായിട്ടുണ്ടാവും? ഇല്ല. മോഡറേറ്റ് ചെയ്തിട്ടുണ്ടാവും? ഇല്ല. കുറച്ച് ഫിൽട്ടർ ചെയ്യാൻ അറിയോ? ആ ഉള്ളത് അത് ഡബിൾ ഇടാം. അവൻ ഉള്ള പോലെ പറഞ്ഞു. ചെക്കൻ ഉള്ള പോലെ പറഞ്ഞു. ഓക്കെ. ഐ ലൈക്ക് ഓണസ്റ്റ്. ചെക്കൻ ഓണസ്റ്റ് ആണ്, ആൾ ഓണസ്റ്റ് ആണ്. ഓക്കെ. ഫിൽട്ടർ ചെയ്യാനെല്ലാം ഇവിടെയുള്ള ബാക്കി മോഡറേറ്റേഴ്സ് പഠിപ്പിച്ചു തരും. പിന്നെന്ന് വെച്ചാൽ ഡിസ്കോഡിലെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളെല്ലാം അറിയോ? റോള് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബ്രോയുടെ അന്ന് മറ്റേ എറണാകുളത്ത് ആദ്യത്തെ വീഡിയോ മുതൽ മാക്ക് ഫസ്റ്റ് വരെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആണോ? ഓക്കെ. ഇവനെ ഷോർട്ട് ലിസ്റ്റിൽ വെക്കാനാ? ഓക്കെ. ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. എല്ലാവരും മോഡറേറ്റേഴ്സ് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ അതില് അവര് ചോദിക്കുന്നതിനെല്ലാം പറഞ്ഞു കൊടുക്കാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നീ മിക്കവാറും സെലക്ട് ആവാൻ സാധ്യത ഉണ്ട്. ഓക്കെ. അടുത്താളോക്കട്ടെ. വേറെന്താ നിന്റെ സ്കിൽസ്? വേറെ കണ്ടേ പറ, ഇപ്പോഴേ പറ. എഡിറ്റ് ചെയ്യും, പിന്നെ പേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യും. ഡ്രോയിങ്ങിന് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പേജ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, നമുക്ക് സൈഡിൽ കൂടെ ഇത് മതി. സൈഡിൽ കൂടെ എന്ന് വെച്ചാ വലിയ ഇതൊന്നുമില്ല. ബ്രോ പറഞ്ഞ ചെയ്ത് തരുമല്ല. നീ എന്താ ഒരു ഭയങ്കര എന്തോ ഒരു ഡിപ്രഷൻ ഉള്ള പോലെ? നീ എന്താ ഇങ്ങനെ സാഡ് ആയിട്ടിരിക്കുന്നതാ? എന്ത് പ്രശ്നമുണ്ടോ? നീ ഓക്കെ അല്ലേ? എന്താ പേരെന്തായിരുന്നു? അൻസിൽ അല്ലേ? എത്ര വരെ പഠിച്ചേ?
ഞാൻ ഡിഗ്രിയോ? എടാ ഡിഗ്രിയാ? നിനക്ക് എത്ര വയസ്സ്? നിനക്ക് കാണാൻ 17 വയസ്സല്ല? 21? ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല ബ്രോ. സത്യം പറയടാ. ചിരിക്കുന്നുണ്ട്. ഇത്ര സമയം അവന്റെ പല്ലെല്ലാം പുറത്ത് കിടാൻ തുടങ്ങി. ഇത്ര സമയം ഇങ്ങനെ മൂകരായിട്ടിരുന്നേ ഇപ്പൊ ചിരിയെല്ലാം വരാൻ തുടങ്ങി. സത്യം പറയടാ. ഉണ്ടെന്നാ ഇല്ലാന്നാ? കള്ള. എന്നിട്ട് ഇല്ലാതെ നീ ആദ്യം പറ. അല്ല അത് പിന്നെ ലൈവിലായപ്പോ പിന്നെ നാളെ പിന്നെ അല്ല ഇപ്പൊ എല്ലാരും പറഞ്ഞില്ലേ ഇപ്പൊ എന്താ ചെയ്യുവാ നീ? എങ്ങനെ? ശീലൊന്നുമില്ല. എന്നാ അവളെ വിളിക്ക്. അവളെ കോളേ എന്റെ സ്പീക്കർ ഇട്. ഞാൻ ചോദിക്കട്ടെ, നീ പറയുന്നുള്ളതെന്ന് അറിയട്ടെ. വിളിക്ക്. അത് ഇൻഫ്ലുവൻസർ. ആരാ? കാണിക്ക്. അമ്മനെ കാണിക്കേ. ഉമ്മ. ആ നിന്റെ പേര് അഞ്ചിലാതെ. ഉമ്മ. ഹലോ. ഹലോ ഉമ്മ. പിന്നെ എന്തേലും അല്ല നീ ഗേൾഫ്രണ്ടിനെ വിളിക്ക്. നീ പറയുന്ന സത്യമാണെന്ന് അറിയണോ? നീ ഇത്രയും ഓണസ്റ്റാന്ന് പറഞ്ഞിട്ട് നീ കള പറയുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയണം. വിളിച്ചിട്ട് സ്പീക്കർ ഇട്. പേരൊന്നും പറയണ്ട. ജസ്റ്റ് ഞാൻ അവളോട് ഒരു ചോദ്യം ചോദിക്കോളൂ. അപ്പൊ അങ്ങനെ ഒരാളില്ല. സംഭവം നിനക്ക് ഗേൾഫ്രണ്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടിയില്ല. എന്നിട്ട് നീ ഇമാജിനറി നിന്റെ മൈൻഡിൽ നീ ഒരു ഗേൾഫ്രണ്ടിനെ ഉണ്ടാക്കി ഇമാജിനറി ഗേൾഫ്രണ്ടിനെ കുറിച്ചാണ് നീ ഇപ്പൊ പറയുന്നത് അല്ല? മെസ്സേജാണോ? ആർക്ക്? ഓൾക്കാനൊക്കെ? എടാ എന്നെ നീ തഴയെന്ന് എന്നെ ഒഴിവാക്കിയത്? അല്ല അങ്ങനല്ല. എടാ നീ എന്നെ ഒഴിവാക്കിയത്? എടാ ഞാൻ വെറുതെ തമാശ ആക്കിയടാ. സോറിടാ. നാളെ കണ്ണൂര് പോകുന്നുണ്ടോ? ആ കണ്ണൂര് പോകുന്നുണ്ട്. ട്രെയിനിങ് പോയാൽ മതി, അതല്ലേ നല്ലത്. എങ്ങനെ? ട്രെയിനിലോ? ഇല്ല വണ്ടിയില് പോ. ട്രെയിനിലെല്ലാം ഭയങ്കര കഷ്ടപ്പാടാണ്. വണ്ടിന്ന് വെച്ചാൽ പിന്നെ ഒന്നാമത് റോഡ് പണി നടക്കുന്നോണ്ട് ഇതല്ലേ ട്രാഫിക്കും. ചില എനക്കൊന്നും പക്ഷെ ട്രെയിനിൽ പോയാൽ കൊറേ ഫണ്ട് കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാൻ കൊറേ കാലം ഇത് വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫുള്ള് റോഡ് പണി നടക്കുന്നോണ്ട് കട്ടറും. അല്ല ഫോർച്യൂണറിന് റോഡ് പണിയൊന്നും സീനല്ല. ഞാൻ ഹൈവേയിൽ ഓടിക്കുന്ന പോലെ തന്നെ കട്ടറിൽ ഓടിക്കാം. കാര്യം അതിൽ നല്ല സുഖം പോവാൻ. പക്ഷെ ഈ വണ്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിങ്ങനെ പോകുമ്പോ ഒരു ചടപ്പാണ്. ട്രെയിൻ എങ്ങനെയാണ്? നമ്മള് ഒരു റിവെഞ്ച് കാണിക്കാനാണെങ്കിൽ നമ്മുടെ ഓരോട്ട് എന്താണ് ഇത്? അതാ നീ കൊള്ളാലോ. നീ ഡബ്ല്യു മൈൻഡ് സെറ്റ് ആലോ. സാധ്യത കല്ലെടുത്തെറിഞ്ഞ് അതിപ്പോ ബ്രോ തിരിച്ച് അവന് കല്ലെടുത്തെറിഞ്ഞ ബ്രോയും അവനായിട്ടുള്ള ഈ രീതി എന്താണ്, റേഞ്ച് എന്താണ്? നമ്മൾ താങ്ങൂത്തില്ലേ? കൊള്ളാലോടാ നീ. എടാ നീല്ലേ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂക്ക് ഇരിക്കും. മോഡറേറ്റേഴ്സ് എല്ലാവരും ഉണ്ടാവും. മോഡറേറ്റേഴ്സിന്റെ ഒരു ലീഡർ ഉണ്ട്, സ്പൈഡി എന്ന് പറഞ്ഞ ലീഡർ ഉണ്ട്. സ്പൈഡിനെ അറിയോ? സ്പൈഡി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ മുമ്പ് ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞ് വേറെ മോഡറേറ്റർ ഉണ്ട് തൽക്കാലം. അല്ലല്ല ഇപ്പൊ പുതിയ ആൾ എടുക്കാൻ തീരുമാനിച്ചു. കാരണം എന്റെ ക്ലിപ്സ് എല്ലാം ഫിൽട്ടർ ചെയ്യാൻ ആൾക്കാർ വേണം. എന്തായാലും പഴയ കുറെ ആൾ ഒഴിഞ്ഞടാ. പഴയ കുറെ ആള് പോയി. ഇല്ല ഇനിയിപ്പോ ആളെടുക്കുന്നുണ്ട്. ആളെടുക്കണം. എടാ നിനക്ക് മൊത്തം ഡബ്ല്യൂ ആണല്ലോ ചാറ്റില്. എന്ത് സംഭവം മനസ്സിലാ? ചാറ്റ് മൊത്തം ഡബ്ല്യൂ ആണല്ലോ നിനക്ക്. അപ്പൊ ഓക്കെ, അപ്പൊ കാണാം. അടുത്ത ആൾ ഇന്റർവ്യൂ ആയിട്ടാ. അവിടെ ചെക്ക കൊള്ളാലേ. ഇനി വേറെ ആളെ എടുക്കണ. ഞാൻ ഒരു 3 ആൾക്കാരെ എടുക്കാന്നാ വിചാരിച്ചത്. ഇനിയിപ്പോ ഇവരെ തന്നെ മതിയില്ലേ.